നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബംഗ്ലാദേശ് ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത രാജ്യമായ ബംഗ്ലാദേശ്. അവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവിടുത്തെ നിലവിലെ സർക്കാരിനെയൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് പുതിയൊരു വിഘടനവാദി സർക്കാർ ഭരണത്തിലെത്തി. അതിനുശേഷം ഒന്ന് രണ്ടുമല്ല, നിരവധി ഹിന്ദുക്കളെയാണ് കൊന്നൊടുക്കിയത്. എന്താ പറയണ്ടേ, ഇസ്ലാം മതമല്ലാത്ത ആൾക്കാർ, അങ്ങനെ തന്നെ പറയാം, ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാം മതമല്ലാത്ത അഥവാ മുസ്ലിം അല്ലാത്ത ആൾക്കാരെ എല്ലാം ധാരാളം ആൾക്കാരെ കൊന്നൊടുക്കി. നമ്മൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വാർത്തകളൊക്കെ കണ്ടതാണ്. അവിടുത്തെ ഹിന്ദു സന്യാസിമാരെ ജയിലിലാക്കി, പലരെയും കെട്ടിത്തൂക്കി, അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിച്ചു, സ്ഥാപനങ്ങൾ നശിപ്പിച്ചു, വീടുകളൊക്കെ അഗ്നിക്കിരയാക്കി. എന്താ പറയണ്ടേ, ഒരു മര്യാദയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം എന്നല്ല അവർ ഈ തീവ്രവാദികൾ ചെയ്യുന്നത്, ഈ ഇസ്ലാം തീവ്രവാദികൾ അവർ ചെയ്യുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ലോകം മുഴുവനും. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തുമൊക്കെ തന്നെ. പക്ഷേ എന്നാലും നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിലെ അവസ്ഥ. അവിടെ അന്നത്തെ സർക്കാർ ഈ പറയുന്ന ഈ പ്രശ്നമുണ്ടാക്കിയ സംഘടനയെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. അതിൻ്റെ നിരോധനം എന്താണ്ട് ഇപ്പോൾ ഇന്നലെ മാറ്റി. ഇപ്പോഴത്തെ വിഘടനവാദി സർക്കാർ അതിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനമൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ സൗകര്യം പോലെ അവർക്ക് അവിടെ പ്രവർത്തിക്കാം, എന്ത് തോന്നിയ ദിവസം കാണിക്കാം. എന്താ പറയണ്ടേ, ആൾക്കാരെ കൊന്നൊടുക്കി കുറേ പേരൊക്കെ എന്താ പറയണ്ട, പലരെയും കാണാനില്ല, പിന്നെ ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല, ഒരാളും ഇല്ല. അവരെയൊക്കെ അവസ്ഥ കഷ്ടമാണ്. നമ്മളൊന്നും ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇപ്പോൾ നല്ല ഒരു ഭരണകൂടം ഭാരതത്തിലുണ്ടായതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും നടക്കാത്തത്. ഞാനങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. 2014 ശേഷം ഇങ്ങോട്ട് ഉണ്ടായ മാറ്റം ഭാരതം ഇത് പറയുമ്പോഴേ, ഈ 2014 കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 2014 മുമ്പ് ഇന്ത്യ ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിക്കുന്ന ചില അന്തം കമ്മികളും ചില എന്താ പറയണ്ട കൊങ്ങി നാറികളും ഒക്കെ ഉണ്ട്. 2014 മുമ്പ് ഭാരതം ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിന് മുമ്പുണ്ടായിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ വാട്സാപ്പും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ അന്ന് വലിയ സജീവമായിരുന്നെങ്കിൽ, അതിന് മുൻപോട്ടുള്ള ഒരു 10-25 കൊല്ലം അല്ലെങ്കിൽ ഒരു 10-30 കൊല്ലം ഈ പറയുന്ന വാട്സാപ്പും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയണ്ടേ, വിരൽത്തുമ്പിൽ അറിയാൻ പറ്റുമായിരുന്നു ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അറിയാമല്ലേ, താജ് ആക്രമണം, അതുപോലെ തന്നെ പാർലമെൻറ്റ് ആക്രമണം, അനവധി ബോംബ് സ്ഫോടനങ്ങൾ, ഡൽഹി, മംഗലാപുരം, പറയേണ്ട ബോംബ് എവിടെയൊക്കെ പൊട്ടാൻ പറ്റും അവിടെ എല്ലാം പൊട്ടിക്കൊണ്ടിരുന്നതാണ്. അതിനൊക്കെ ഒരു പരിധി, എന്താ പറയണ്ടേ, ഒരു വലിയ പരിധി വരെ പിടിച്ചു നിർത്താൻ ഇപ്പോഴത്തെ ഭരണകൂടത്തെ കൊണ്ട് പറ്റി, അവരെ കൊണ്ട് പറ്റി എന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരു ശക്തമായ സർക്കാർ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിവിടെ നല്ല രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നതും, നമ്മുടെ സ്വത്തുവകകൾ നശിപ്പിക്കാത്തതും, നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും ഒന്നും പീഡിപ്പിക്കാത്തതൊക്കെ. ഈ തീവ്രവാദി തെണ്ടികളുണ്ടല്ലോ, നാറികൾ, ഇവന്മാർ ലോകം മൊത്തം പ്രശ്നമാണ്. ഇനി അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ നമ്മളിത് പറഞ്ഞതിൻ്റെ പേര് വേണം കമൻറ്റിലൊക്കെ വന്നിട്ട് ഭയങ്കരമായി ചീത്ത വിളിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മളൊരു പോസ്റ്റ് ഇട്ടാലേ, ഈ ബംഗ്ലാദേശിലെ വിഷയം നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ വന്നിട്ട് കമൻറ്റിലൊക്കെ വന്ന് ചീത്ത വിളിയാണ്. അത് ബംഗ്ലാദേശികളല്ല വിളിക്കുന്നത്, ഈ കേരളത്തിൽ കിടക്കുന്ന ചില തീവ്രവാദി നാറികൾ, അവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് അന്തം കമ്മികൾ, എന്താ പറയണ്ട, ഭയങ്കര പെർഫെക്റ്റ് മതേതരത്വം കളിക്കുന്ന കുറേ അമ്മമാർ ഇവിടെ ഉണ്ട്. എടാ, നിൻ്റെയൊക്കെ അണ്ണാക്കിൽ അവന്മാർ പൊട്ടിക്കും. അവന്മാർക്ക് ഇവിടെ എന്താ പറയണ്ട, അവരുടെ ഈ പറയുന്ന പോലുള്ള ചില നിയമങ്ങളുണ്ടല്ലോ, എന്താ പറയണ്ട, ശരീഅത്ത് നിയമം, ഇന്ത്യൻ പീനൽ കോഡ് അതൊന്നുമല്ല, അവർക്ക് അങ്ങനെയല്ല, അവർക്ക് അവരുടേതായ നിയമമുണ്ട്. അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനുള്ള സംവിധാനം ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു അന്തം കമ്മിയും കാണത്തില്ല, ഒരു വിപ്ലവം കാണത്തില്ല. നിൻ്റെ കണ്ണാക്കിനകത്ത് വെച്ച് അവർ പൊട്ടിക്കും സാധനം, ഒരു സംശയമില്ല അതിനകത്ത്. അന്നേരം നമ്മളെപ്പോഴും സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ നിയമത്തെ അംഗീകരിക്കാതെ എന്താ പറയണ്ടേ, ഈ ഹൂറികളെയൊക്കെ കൊതിച്ചിരിക്കുന്നവന്മാരെയൊക്കെ മാറ്റി നിർത്തുക തന്നെ വേണം. നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട് മനസ്സിലാക്കി, ബംഗ്ലാദേശിലല്ല ലോകത്തിൻ്റെ പലയിടത്തും കാണുന്നുണ്ട് നമ്മൾ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പുതിയ സർക്കാരുകളെയൊക്കെ തിരഞ്ഞെടുക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ. ഓക്കെ, ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് എന്തൊക്കെ തന്തയ്ക്ക് വിളിയാണോ വരുന്നതാവോ, വിളിക്കാനുള്ളവർക്കൊക്കെ വിളിക്കാം. കാര്യം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ, ഇതിനൊക്കെ പ്രതികരിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.